പൈത്തൺ ഗ്രാഫിക്സിൽ നിന്നുള്ള ഈ ചോദ്യം പരിശോധിക്കുക. ഇവിടെ നൽകിയ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഇതിനെ രണ്ടാമത് കാണുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ മാറ്റി എഴുതേണ്ടതുണ്ട്. അതിനായി പ്രോഗ്രാം ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. കളർ പർപ്പിൾ എന്നത് മഞ്ഞ നിറമാക്കി മാറ്റേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ കളർ പിങ്ക് എന്നത് ബ്ലാക്ക് എന്നാക്കി മാറ്റേണ്ടതുണ്ട്. എന്നാൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി ഇവിടെ ബിഗിൻ അണ്ടർസ്കോർ ഫിൽ എന്നതും എൻഡ് അണ്ടർസ്കോർ ഫിൽ എന്നതും ഒരേ പൊസിഷനിൽ തന്നെ വരണം, ഒരേ സ്ഥാനത്ത് തന്നെ വരണം. അതുപോലെ ഇവിടെ കളർ എന്നത് ശ്രദ്ധിക്കുക, താഴെയുള്ള കളർ ശ്രദ്ധിക്കുക, രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE അഥവാ ഐഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പൈത്തൺ ഷെൽ ജാലകമാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇതിലല്ല ടൈപ്പ് ചെയ്യേണ്ടത്, പുതിയ ഫയൽ എടുത്ത് വേണം ടൈപ്പ് ചെയ്യുവാൻ. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലാണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ജാലകം കുറച്ചൊന്ന് ചെറുതാക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കുറച്ചൊന്ന് ചെറുതാക്കി. ഇനി ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി അതിനെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കുന്നു. ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഒട്ടും തെറ്റാതെ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനു മുമ്പ് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ exam10ലാണ് സേവ് ചെയ്യേണ്ടത്. exam10 എന്ന ഫോൾഡർ ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു. exam10 വന്നു കഴിഞ്ഞു. ഫയൽ നാമം കൊടുക്കുകയാണ്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകി. അതിനുശേഷം .py എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം ചോദ്യത്തിൽ പറഞ്ഞ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഇവിടെ കാണുന്ന രീതിയിൽ അതിനെ മാറ്റേണ്ടതുണ്ട്. പർപ്പിളിൻ്റെ സ്ഥാനത്ത് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യണം. പിങ്ക് എന്നതിൻ്റെ സ്ഥാനത്ത് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ ബ്ലാക്ക് ആക്കണം, ഇവിടെ യെല്ലോ എന്നാക്കണം. മാറ്റം വരുത്തി നോക്കാം. പർപ്പിൾ എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ ബ്ലാക്ക് നിറമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ പിങ്കിന് പകരം യെല്ലോ എന്ന നിറമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് മായ്ച്ചതിന് ശേഷം യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബിഗിൻ ഫില്ലും എൻഡ് ഫിൽ എന്നതും ഒരേ സ്ഥാനത്ത്, അതായത് ഒരേ പൊസിഷനിൽ തന്നെ വരേണ്ടതാണ്. അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. നമ്മളിപ്പോൾ ഇതിന് കുറച്ച് വ്യത്യാസം വരുത്തി. ഇനി പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് നോക്കുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നു. സിന്റാക്സ് എറർ എന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞു. അതിൽ ടൈപ്പ് ചെയ്തതെല്ലാം ശരി തന്നെയാണ്. അതിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ മാത്രമാണ് തെറ്റിയുള്ളൂ. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിലെ തെറ്റ് തിരുത്തുന്നു. ബിഗിൻ ഫിൽ എന്നതിൻ്റെയും എൻഡ് ഫിൽ എന്നതിൻ്റെയും സ്ഥാനം ശരിയാക്കി ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിഹ്നം തെറ്റിയാലും പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. നമുക്കിവിടെ ഇപ്പോൾ ഈ ചിഹ്നം ഒന്ന് മാറ്റി നോക്കാം. കോളൻ ചിഹ്നം മായ്ച്ചതിന് ശേഷം അവിടെ സെമി കോളൻ ചിഹ്നം കൊടുക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു, റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെയും സിന്റാക്സ് എറർ എന്ന മെസ്സേജ് വന്നു കഴിഞ്ഞു. അതിൻ്റെ സിന്റാക്സ് അഥവാ പദവിന്യാസ ഘടന തെറ്റിയിരിക്കുന്നു. അത് തിരുത്തേണ്ടതുണ്ട്. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് തിരുത്തുന്നു. അവിടെ കോളൻ ചിഹ്നം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പരിശോധിക്കാം. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ സ്പെല്ലിങ്ങിന് തെറ്റ് വന്നാലും ഇത് തന്നെ സ്ഥിതി. ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പോൾ കളർ എന്നത് COLOR എന്ന അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്പെല്ലിംഗ് COLOUR എന്നാക്കി, ഇവിടെയും UR എന്നാക്കി. ഇനി ഫയൽ സേവ് ചെയ്യുകയാണ്. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നില്ല. ഇവിടെ നെയിം എറർ എന്ന് കാണാവുന്നതാണ്. പൈത്തൺ കോഡുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം ടൈപ്പ് ചെയ്യുക.